ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, മറ്റൊരു ഓൺലൈൻ സോൾവ്ഡ് പേപ്പറാണ് പഠിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും bibimohan.com-ൽ. മറ്റ് നോട്ട്സുകളും ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ബ്ലോഗും കൂടി, മൈ നോട്ട് ബുക്കിൻ്റെ ബ്ലോഗായ bibimohan.com കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ പ്ലേലിസ്റ്റിൽ പോയിട്ട് അതാത് വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ, ഇനി ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സിൻ്റെ സജഷൻസ് ഓരോ എക്സാമിൻ്റെ അറിയണമെങ്കിൽ ആ ബുക്സിൻ്റെ സജഷൻസ് ഞാൻ മൈ നോട്ട് ബുക്കിൻ്റെ സ്റ്റോറിൽ ഓരോന്ന് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ മൈ നോട്ട് ബുക്ക് സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുക. സജഷൻസ് ഉള്ള ബുക്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആയിരുന്നു. ബോയിലർ ഓപ്പറേറ്റർ എക്സാമിന് നടന്നതായിരുന്നു. ബോയിലർ ഓപ്പറേറ്റർ എക്സാമിന് ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാം ആയിരുന്നു ഇത്. അതിൻ്റെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആയിരുന്നു. ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് 2017 ഓഗസ്റ്റ് 8 ഇത് ഡിപ്പാർട്ട്മെൻറ്റ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ ബോയിലർ ഓപ്പറേറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ട GK, റിനേസൻസ് ആൻഡ് കറണ്ട് അഫെയർസ് ആയിരുന്നു. നമുക്കത് പഠിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ന്യൂ ഫ്രാൻസ്? ഫാദർ ഓഫ് ദ ന്യൂ ഫ്രാൻസ് എന്നൊരു പേര് അങ്ങനെ അധികം ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യമാണ് ഇതല്ലേ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ന്യൂ ഫ്രാൻസ്? ആധുനിക ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ പുതിയ ഫ്രാൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ പഠിച്ചു വയ്ക്കാം. സാമുവൽ ഡേ ക്യാംപ്ലെയിൻ. സാമുവൽ ഡേ ക്യാംപ്ലെയിൻ ആണ് ഫാദർ ഓഫ് ന്യൂ ഫ്രാൻസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ദുലേഖ ഈസ് ദ ഹീറോയിൻ ഓഫ് ദ ഫേമസ് മലയാളം നോവൽ ഇന്ദുലേഖ, written by O. ചന്തുമേനോൻ. ഹു ഈസ് ദ ഹീറോ ഓഫ് ദ നോവൽ? നമുക്കറിയാവുന്നതാണ്, O. ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ എന്ന നോവലിലെ നായികയാണ് ആര്? ഇന്ദുലേഖ. അപ്പോൾ ആ നോവലിലെ ഹീറോ ആരായിരുന്നു? നായകൻ ആരായിരുന്നു? മഹാവീരൻ, മഹാദേവൻ, മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട്. മഹാവീരൻ, മഹാദേവൻ, മാധവൻ, സൂര്യ നമ്പൂതിരിപ്പാട്. ഇതിലാരായിരുന്നു ഈ പറഞ്ഞ ഹീറോ? ഇത് വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. മാധവനാണ് നായകൻ. ഇന്ദുലേഖ നായികയും മാധവൻ നായകനുമാണ്. അടുത്ത ചോദ്യം: ഹു ഈസ് കോൾഡ് പ്രച്ഛന്ന ബുദ്ധ? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ ഇവിടെ ശങ്കരാചാര്യർ, ശ്രീബുദ്ധൻ, സഹോദരൻ അയ്യപ്പൻ, CV കുഞ്ഞിരാമൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രച്ഛന്ന ബുദ്ധ എന്ന് പറയുന്നത് എന്തായാലും ശ്രീബുദ്ധയല്ല, നമുക്കറിയാം. പ്രച്ഛന്ന ബുദ്ധ എന്ന് പറയുന്നത് ശങ്കരാചാര്യയാണ് കേട്ടോ. ശങ്കരാചാര്യരെയാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം: ഹു ആക്ട് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്? ആരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്? ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറഞ്ഞത് ആരാണ്? ഗവർണർ ആണോ? ഡോക്ടർ BR അംബേദ്കർ ആണോ? പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റ് ആണ്. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഈസ് പ്രസിഡൻറ്റ്. അടുത്ത ചോദ്യം: ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ? റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അല്ലെങ്കിൽ RTI ആക്ട്, അതിൻ്റെ കൂടെ തന്നെ ഇയർ എപ്പോഴും പറയുന്നതാണ് RTI ആക്ട് 2005 എന്നാണ്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഈസ് ഇൻ 2005. അടുത്ത ചോദ്യം: വാട്ട് ഡു യു മീൻ ബൈ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്? ഇതും അധികം ചോദിച്ചിട്ടില്ലാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്? ഓക്കെ, ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കളക്ഷൻ ഓഫ് ദ റെയിൻ വാട്ടർ ഫ്രം ദ റൂഫ് ടോപ്പ് ഇൻ ടു എ കളക്ഷൻ ടാങ്ക്. ഓക്കെ, റൂഫ് ടോപ്പിൽ നിന്നും മഴവെള്ളം ഒരു ടാങ്കിലേക്ക് സംഭരിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്: കളക്ഷൻ ഓഫ് റെയിൻ വാട്ടർ ഫ്രം ദ റൂഫ് ടോപ്പ് ഇൻ ടു വെൽസ്. അതായത് മേൽക്കൂരയിൽ നിന്ന് അല്ലെങ്കിൽ റൂഫിൽ നിന്നും ശേഖരിക്കുന്ന മഴവെള്ളം
വെല്ലിലേക്ക്, കിണറിലേക്ക് കളക്ട് ചെയ്യുന്നു. അടുത്തത് അലോ ദ റൂഫ് വാട്ടർ ഇൻ ദ ചാനൽസ്. ഓക്കെ, റൂഫ് വാട്ടർ അല്ലെങ്കിൽ ഈ മഴവെള്ളം ഒഴുകുന്നത് കളക്ട് ചെയ്ത് ചാനൽസ്, ഒഴുകുന്ന നദികളിലേക്ക് വിടുന്നു. ആൻഡ് നത്തിങ് ടു ഡു ഫോർ കളക്ടിങ് റൂഫ് വാട്ടർ. റൂഫ് വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതിലേതാണ് ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്? അതായത് നമ്മൾ ഗ്രൗണ്ടിലുള്ള ഓൾറെഡി ഉള്ള വാട്ടർ അല്ലേ, ഗ്രൗണ്ടിലാണ് വാട്ടർ ഉള്ളത്, അപ്പോൾ ആ ഒരു വാട്ടർ എന്ത് ചെയ്യുന്നു, റീചാർജ് ചെയ്യുന്നു വെച്ചാൽ ഗ്രൗണ്ടിലേക്ക് തന്നെ വിടുന്നു എന്നല്ലേ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ കളക്ഷൻ ഓഫ് റെയിൻ വാട്ടർ ഫ്രം ദ റൂഫ് ടോപ്പ് ഇൻ ടു വെൽസ്. കിണറുകളിലേക്ക് വിടുന്നതിനാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് പ്ലേസ് ക്ലൈവ് എസ്റ്റാബ്ലിഷ്ഡ് ഡബിൾ ഗവൺമെൻറ്? ക്ലൈവ് എന്ന് ഉദ്ദേശിച്ചത് റോബർട്ട് ക്ലൈവ് ആണോ? ഇൻ വിച്ച് പ്ലേസ് ക്ലൈവ് എസ്റ്റാബ്ലിഷ്ഡ് ഡബിൾ ഗവൺമെൻറ്? ആദ്യത്തെ ഗവർണർ ആയിരുന്നു അല്ലേ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ബംഗാളിൻ്റെ ഗവർണറായിരുന്നു. അപ്പോൾ ബംഗാളിൽ അദ്ദേഹം ദ്വിഭരണം കാഴ്ചവെച്ചിരുന്നു, ദ്വിഭരണം ഏർപ്പെടുത്തിയിരുന്നു, ഡബിൾ ഗവൺമെൻറ്. എവിടെയാണ്? ബംഗാളിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബംഗാൾ. അടുത്ത ചോദ്യം, പിക്ക് വൺ വിച്ച് ഈസ് നോട്ട് എ കോസ് ഓഫ് മുസ്ലിം കമ്മ്യൂണലിസം. ഓക്കെ, മുസ്ലിം കമ്മ്യൂണലിസത്തിൻ്റെ കാരണമല്ലാത്ത, കോസ് അല്ലാത്ത ഒരെണ്ണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. പിക്ക് വൺ വിച്ച് ഈസ് നോട്ട് എ കോസ് ഓഫ് മുസ്ലിം കമ്മ്യൂണലിസം. ഇതിലേതാണ് മുസ്ലിം കമ്മ്യൂണലിസത്തിൻ്റെ ഒരു കോസ് അല്ലാത്തതെന്നാണ്. ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ, റൈസ് ഓഫ് ഹിന്ദു റിഫോർമേഴ്സ്, ഡിമാൻഡ് ഫോർ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ, ഗവൺമെൻറ് പോളിസീസ് ഓഫ് സപ്രഷൻ. ഇതിൽ ഗവൺമെൻറ് പോളിസീസ് ഓഫ് സപ്രഷൻ ഒഴികെ ബാക്കിയെല്ലാം, അത് ഡിവൈഡ് ആൻഡ് റൂൾ ആണെങ്കിലും ഹിന്ദു റിഫോമേഴ്സ് എല്ലാം അവർ ഉയർന്നു വന്നതിൻ്റെയും പിന്നെ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻ വേണം എന്ന് പറഞ്ഞതും ഒക്കെ മുസ്ലിം കമ്മ്യൂണലിസത്തിൻ്റെ കോഴ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ അധികം ചോദിച്ചിട്ടില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതറിയാവുന്ന വളരെ ചുരുക്കം പേരാണ് ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആകും. ഓക്കെ, റാങ്ക് നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻസ് ആകും. കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ അതിന് പ്രത്യേകം നോട്ട് ചെയ്യാം. ഏതാണ്? ഗവൺമെൻറ് പോളിസീസ് ഓഫ് സപ്രഷൻ. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെയൊക്കെ തന്നെയാണ്. വൈറ്റ് പേപ്പർ ഈസ് റിലേറ്റഡ് ടു. വൈറ്റ് പേപ്പർ എന്തിനോട് റിലേറ്റഡ് ആണ്? വൈറ്റ് പേപ്പർ ഈസ് റിലേറ്റഡ് ടു കണ്ടെയ്നിങ് പ്രപ്പോസൽസ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഇൻ ഇന്ത്യ, എഗ്രിമെൻറ്റ് ഓഫ് ബ്രിട്ടൻ ടു ക്വിറ്റ് ഇന്ത്യ, agreement signed by the Indian rulers with the English East India Company, none of the above. ഇതിൽ ഏതാണ് വൈറ്റ് പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ളത്? ഏതിനോടാണ്? വൈറ്റ് പേപ്പർ ഈസ് റിലേറ്റഡ് ടു എന്താണ്? കണ്ടെയ്നിങ് ദ പ്രപ്പോസൽസ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഭരണഘടനാപരമായ ചേഞ്ചസ് വരുത്താനുള്ള പ്രപ്പോസൽസ്, അതാണ് വൈറ്റ് പേപ്പറിൽ ഉള്ളത്. അടുത്ത ചോദ്യം, ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ദിസ് കംസ് അണ്ടർ വിച്ച് കാറ്റഗറി? അപ്പോൾ ഈ പറയുന്ന കാര്യം ഏതിൻ്റെ അണ്ടറാണ് വരുന്നത്? ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണോ? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണോ? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഫണ്ടമെൻ്റൽ തിയറീസ്? ഇതിലേതാണെന്നാണ്. ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അതേതാണ്? ഓപ്ഷൻ സി ആണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. അത് നമ്മുടെ ഡ്യൂട്ടിയാണ് ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ അഖണ്ഡതയൊക്കെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്, മൗലിക കർത്തവ്യങ്ങളിലൊന്നാണ്. അടുത്ത ചോദ്യം, കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഈസ് അസോസിയേറ്റഡ് വിത്ത്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഈസ് അസോസിയേറ്റഡ് വിത്ത്, അദ്ദേഹം എന്തിൻ്റെ ഫൗണ്ടറാണ്? മലയാള മനോരമ. മലയാള മനോരമയായിട്ടാണ് അദ്ദേഹം അസോസിയേഷൻ ഉള്ളത്. അപ്പോൾ അത് 11ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മലയാള മനോരമ. അടുത്ത ചോദ്യം നോക്കുക, ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫിലിം ബാഹുബലി ഈസ് നെയിംഡ് ആസ്. ബാഹുബലി എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ പേരെന്തായിരുന്നു? ബാഹുബലി ദ കംപ്ലീഷൻ, ബാഹുബലി ദ എൻഡ്, ബാഹുബലി പാർട്ട് 2, ബാഹുബലി ദ കൺക്ലൂഷൻ.
ഏതായിരുന്നു? എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ബാഹുബലി ദ കൺക്ലൂഷൻ. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരെ ചോദിക്കുന്നുണ്ട്, മൂവീസായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫിലിം ബാഹുബലി ഈസ് നെയിംഡ് ആസ് ബാഹുബലി ദ കൺക്ലൂഷൻ. അടുത്ത ചോദ്യം, ദ ട്രാൻസ്ലേഷൻ ഓഫ് അഭിജ്ഞാന ശാകുന്തളം ഈസ് ഡൺ ബൈ. ആരാണ് അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയത്? ട്രാൻസ്ലേഷൻ ഓഫ് അഭിജ്ഞാന ശാകുന്തളം ഈസ് ബൈ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ജി ശങ്കരക്കുറുപ്പ്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ആരാണ് അഭിജ്ഞാന ശാകുന്തളം ട്രാൻസ്ലേറ്റ് ചെയ്തത്, പരിഭാഷപ്പെടുത്തിയത്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന സംസ്കൃതത്തിലാണ്. അത് എഴുതിയിരിക്കുന്നത് കാളിദാസനാണ്. അപ്പോൾ കാളിദാസൻ്റെ സംസ്കൃതത്തിലുള്ള അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരള കാളിദാസൻ എന്ന് വിളിക്കുന്നു. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ. അടുത്ത ചോദ്യം, ദ സെൻട്രൽ ഹിന്ദു കോളേജ് ഫൗണ്ടഡ് ബൈ ആനി ബെസന്റ് ലേറ്റർ ഡെവലപ്ഡ് ഇൻ ടു. സെൻട്രൽ ഹിന്ദു കോളേജ് ഫൗണ്ടഡ് ബൈ ആനി ബെസന്റ് അത് എന്തായിട്ടാണ് പിന്നീട് മാറിയത്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് മാറിയത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അടുത്ത ചോദ്യം, ഹൂ സെഡ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഈസ് ദ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്. ആരാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെ, അതായത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക യുഗത്തിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? അതാരായിരുന്നു? ഗാന്ധിജിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അഥവാ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക യുഗത്തിൻ്റെ മഹാത്ഭുതം എന്ന് വിളിച്ചു. അടുത്തത്, ദ സവർണ ജാഥ വാസ് ലെഡ് ബൈ. ആരാണ് സവർണ ജാഥ ലീഡ് ചെയ്തത്? സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു, ശ്രീ മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ഇൻ റിലേഷൻ ടു ദ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ ട്രാവൻകൂർ ആക്ഷൻ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ് കോൺഗ്രസ് വാസ് ലെഡ് ബൈ. നാഷണൽ മൂവ്മെൻറ്റ്, തിരുവിതാംകൂറിലെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ അതിനോടനുബന്ധിച്ച് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ഷൻ കൗൺസിൽ അത് ലീഡ് ചെയ്തത് ആരായിരുന്നു? അത് അക്കാമ ചെറിയാനായിരുന്നു. അക്കാമ ചെറിയാൻ. ഇതും അധികം ചോദിച്ചിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തത്, ഹൂ പ്രിപ്പയർഡ് ദ പ്രീ ആംബിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീ ആംബിൾ അഥവാ ആമുഖം തയ്യാറാക്കിയത്? അതാരാണ്? ശ്രീ ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം തയ്യാറാക്കിയത്. ഹൂ ബിക്കെയിം ഫേമസ് ബൈ ഹിസ് പെൻ നെയിം കേസരി. കേസരി എന്ന പെൻ നെയിമിൽ അറിയപ്പെടുന്നത് ആരാണ്? ഹൂ ബിക്കെയിം ഫേമസ് ബൈ ഹിസ് പെൻ നെയിം കേസരി. കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? അത് ഓപ്ഷൻ ബി ആണ്, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. ഓക്കെ, അപ്പോൾ അടുത്തത്, ദ മലയാളി മെമ്മോറിയൽ ഈസ് സൈൻഡ് ഇൻ. എന്നാണ് മലയാളി മെമ്മോറിയൽ സൈൻ ചെയ്തത്? 1891 1891 മലയാളി മെമ്മോറിയൽ സൈൻ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് അത് വേണം. കൂടാതെ നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം അറിയിക്കുക. ഏതെങ്കിലും ആൻസേഴ്സിൽ നിങ്ങൾക്ക് മിസ്മാച്ച് തോന്നുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാവുന്നതാണ്. അത് ഞാൻ കറക്ഷൻസ് വരുത്തേണ്ടതാണെങ്കിൽ കറക്ഷൻസ് വരുത്തുന്നതാണ്. താങ്ക് യു സോ മച്ച്.